Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ JCA കംപ്ലീറ്റ് ആക്കിയില്ലേ? Yes, miss. Okay. ഇനി നാബല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? Yes, miss. Okay. ശ്രദ്ധിക്കാം ട്ടാ. ഇപ്പൊ നാബ് നമ്മൾ ഓൾറെഡി നിങ്ങള് നാബ് അല്ല ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നാബിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അതില് ഓൾറെഡി എക്സ്പാൻഡഡ് ഫോം എന്താന്ന് പഠിച്ചിട്ടുണ്ടാവും. ആ നാബിന്റെ എക്സ്പാൻഡഡ് ഫോം, അതായത് നാബ് എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ എക്സ്പാൻഡഡ് ഫോം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. അത് ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിലും അടുത്ത ചാപ്റ്ററിൽ മറ്റേ ആ ഒരു നാബുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് ചാപ്റ്റേഴ്സിൽ നിന്നാണെങ്കിലും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ. നോക്കിയപ്പോ നാബിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താ? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്നാണ് നാബിന്റെ എക്സ്പാൻഡഡ് ഫോം കേട്ടോ. നോക്കിയപ്പോ നാബിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. നോക്കി എന്താണ്? The NAB standards are reformed every 4 years and now the hospital implements 5th edition standards, that is April 2020. എന്താ? നാബ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നാബിന്റെ മാനദണ്ഡങ്ങൾ ഓരോ 4 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? റീഫോം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പരിഷ്കരിക്കുന്നുണ്ട്. ആൻഡ് നൗ ദ ഹോസ്പിറ്റൽ ഇംപ്ലിമെന്റ്സ് 5th എഡിഷൻ സ്റ്റാൻഡേർഡ്സ്. അതായത് ഏപ്രിൽ 2020 അവര് നടപ്പിലാക്കിയത് 5th എഡിഷൻ സ്റ്റാൻഡേർഡ്സ് ആണ്. നാബിന്റെ 5ാമത്തെ പതിപ്പാണ് ഏപ്രിൽ 2020 അവര് നടപ്പിലാക്കിയിട്ടുള്ളത്. നമ്മൾ JCA പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു. JCA എത്ര വർഷം കൂടുമ്പോഴാണ് അവര് സ്റ്റാൻഡേർഡ്സ് പരിഷ്കരിക്കുന്നേ? വെരി ഗുഡ്, 3 വർഷം കൂടുമ്പോൾ അല്ലെ? അതുപോലെ നാബ് എത്ര വർഷം കൂടുമ്പോഴാ? 4 വർഷം കൂടുമ്പോഴാണ് സ്റ്റാൻഡേർഡ്സ് പരിഷ്കരിക്കുന്നത്. അപ്പൊ നിലവിലെ ഏപ്രിൽ 2020 5ാമത്തെ പതിപ്പാണ് നാബിന്റെ സ്റ്റാൻഡേർഡ്സിന്റെ 5ാമത്തെ പതിപ്പാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. Okay, then NAB standards centers on patient safety and quality of the delivery of services by the hospital in a changing healthcare environment. Full stop ഇടാട്ടോ അവിടെ. ഒരു ചേഞ്ചിങ് ഹെൽത്ത് കെയർ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു മാറിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ പരിരക്ഷാ പരിസ്ഥിതിയിൽ ഒരു ഹോസ്പിറ്റൽ നൽകുന്ന നല്ല സർവീസ് അല്ലെ, സർവീസുകളുടെ ഗുണനിലവാരം, അതുപോലെ പേഷ്യൻസിന്റെ സേഫ്റ്റി, ഇവിടെ വരുന്ന പേഷ്യൻസിന്റെ സുരക്ഷ, ഈ പറയുന്ന 2 കാര്യങ്ങളിലുമാണ് നാബ് എന്ത് ചെയ്തിരിക്കുന്നത്? നാബിന്റെ സ്റ്റാൻഡേർഡ്സ് സെന്റർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നാബിന്റെ സ്റ്റാൻഡേർഡ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ പറയുന്ന 2 കാര്യങ്ങളിലാണ്. എന്തിലൊക്കെയായിരുന്നു? പേഷ്യന്റ് സേഫ്റ്റി, അവിടെ വരുന്ന ആ ഹോസ്പിറ്റലിൽ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും സുരക്ഷ, അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ദ ഡെലിവറി ഓഫ് സർവീസസ്, അവിടെ കൊടുക്കുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം. ഈ 2 കാര്യങ്ങളിലുമാണ് നാബിന്റെ സ്റ്റാൻഡേർഡ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്താണ് ചോദിച്ചത്? 5th എഡിഷൻ എന്നാണ് മിസ് ഇപ്പൊ പറഞ്ഞത്. 5th എഡിഷൻ എന്നാ പറഞ്ഞേ. ഏപ്രിൽ 2020 അവിടെ അസ്ഥാപിതം അല്ലെങ്കിൽ ഏപ്രിൽ 2020 എന്താണ് നടപ്പിലാക്കിയത്? 5th എഡിഷൻ സ്റ്റാൻഡേർഡ്സ് ആണ്. ഓക്കെ, നോക്കിയേ. NAB is given by an autonomous body set up by the Government of India known as QCA. QCA expanded form ഒന്ന് നോട്ട് ചെയ്തേ. Quality Council of India. Quality Council of India. അങ്ങനെ QCA expanded form ചോദിക്കാറുണ്ട് കേട്ടോ. Which is the standard making board in India. എന്താണ്? നമ്മുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്ന ഒരു ഏജൻസി. ആ ഒരു സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡ് ഇന്ത്യയിലുള്ള QCA, ഈ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന സർക്കാർ രൂപീകരിച്ചിട്ടുള്ള ഒരു ഓട്ടോണോമസ് ബോഡി
ബോഡി സെറ്റപ്പ് എന്ന് പറയുന്നത് എന്താ ഓട്ടോണോമസ് പറഞ്ഞ സ്വയംഭരണ സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത് നാബ് എന്ന് പറയുന്നത്. അപ്പൊ 3 പോയിന്റ്സ് ആണ് നിങ്ങൾ അതിൽ ആ ഒരു പാരഗ്രാഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. നാബിന്റെ സ്റ്റാൻഡേർഡ്സ് എത്ര വർഷം കൂടുമ്പോഴാണ് പരിഷ്കരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മള് 4 വർഷം കൂടുമ്പോഴാണ് പരിഷ്കരിക്കുന്നത്. അതുപോലെ തന്നെ നാബിന്റെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ എന്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു? ആ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ സേഫ്റ്റി, അവരുടെ സുരക്ഷ, അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ദ ഡെലിവറി ഓഫ് സർവീസസ്, അവിടെ വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങൾ അല്ലെ, ഹോസ്പിറ്റലിൽ നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം, ഈ 2 കാര്യങ്ങളിലുമാണ് നാബിന്റെ സ്റ്റാൻഡേർഡ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് QCA അല്ലെങ്കിൽ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന സർക്കാർ രൂപീകരിച്ചിട്ടുള്ളൊരു സ്വയംഭരണ സ്ഥാപനമാണ് നാബ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത്രയും ഫസ്റ്റ് പാരഗ്രാഫ്. ഓക്കെ, നെക്സ്റ്റ് നോക്കി, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നാബ് മെയിൻലി ഡിവൈഡ്സ് ഹോസ്പിറ്റൽസ് ഇൻടു 2 മെയിൻ ഡിവിഷൻസ്. നാബ് പ്രധാനമായിട്ടും ഹോസ്പിറ്റലുകളെ 2 ഡിവിഷൻസ് അല്ലെങ്കിൽ 2 വിഭാഗമായിട്ടാണ് തിരിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് പഠിച്ചപ്പോ പഠിച്ച കാര്യമായിരുന്നു. ഫസ്റ്റ് വൺ SHCO, എന്താ? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് ലെസ് ദാൻ 50 ബെഡ്സ്, 50 ബെഡുകളിൽ താഴെയുള്ള ഹോസ്പിറ്റലുകൾ ഉൾപ്പെടുത്തിയ ഒരു വിഭാഗമാണ് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. Then second one ആണ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ HCO വിത്ത് മോർ ദാൻ 15 ബെഡ്സ്, 50 ബെഡിൽ കൂടുതലുള്ള ആശുപത്രികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഭാഗമാണ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നാബ് ഹോസ്പിറ്റലുകളെ പ്രധാനമായും 2 വിഭാഗമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് SHCO, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. നമ്മുടെ 50 ബെഡുകളിൽ താഴെയുള്ള ഹോസ്പിറ്റലാണ് അതിൽ ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ HCO, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് മോർ ദാൻ 15 ബെഡ്സ്, 50 ബെഡിൽ കൂടുതലുള്ള ഹോസ്പിറ്റലുകളാണ് അതിൽ ഉൾപ്പെടുന്നത്. ക്ലിയർ ആണോ? അത് 2 മെയിൻ ഡിവിഷൻസ് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമായിരിക്കും അല്ലെ. നെക്സ്റ്റ് നോക്കിയേ, main NAB guidebook or standards has 10 chapters with 100 standards and 651 objective elements. നമ്മൾ JCA പഠിച്ചില്ലേ? എത്ര ചാപ്റ്റേഴ്സ് ആയിരുന്നു JCA ഉണ്ടായിരുന്നത്? എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നേ? ഓർക്കുന്നുണ്ടോ? എത്ര JCA 10 ആണോ? അതെങ്കിൽ നോക്കിയേ, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 4 സെക്ഷനും കൂടി എത്ര ചാപ്റ്റേഴ്സ് ഉള്ളത്? സെക്ഷൻ 2 എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട് ഇല്ലേ? സെക്ഷൻ 3 എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട് അല്ലേ? സെക്ഷൻ 4 2 എണ്ണം. ഇപ്പൊ ടോട്ടൽ എത്രയായി? 35. അതെങ്ങനെ 35? എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ആദ്യത്തേല്. സെക്ഷൻ 2 എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം. സെക്ഷൻ 3 എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം അല്ലെ? സെക്ഷൻ 4 2 എണ്ണം. മൊത്തം എത്രയാ? 16 എണ്ണം അല്ലെ? 16 എണ്ണമാണ് JCA എന്ത് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ചാപ്റ്ററുകളുടെ എണ്ണം. ഇവിടെ ചാപ്റ്ററിന്റെ എണ്ണം, നാബിലെ ചാപ്റ്റേഴ്സിന്റെ എണ്ണം 10 ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, രണ്ടും കൂടി ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് എന്താണോ ഒന്നും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അതിനുള്ളില് അതായത് അതിൽ ഓൾറെഡി പറയുന്നുണ്ടല്ലോ ഏതിന്റെയാണെന്നുള്ളത്. റോസമ്മ വായിച്ചില്ലേ? വായിച്ചിരുന്നോ? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ പേരിലാണോ പറഞ്ഞിരിക്കുന്നത് അവിടെ വിത്ത് ലെസ് ദാൻ 15 ബെഡ്സ് എന്ന് അല്ലെ? 50 ബെഡിൽ കുറവുള്ളവയാണ് എന്ത് ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 50 ബെഡുകളിൽ കൂടുതലുള്ളവയെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഓൾറെഡി പഠിപ്പിച്ചിരിക്കുന്നതാണ് അല്ലെ? മറ്റു ടീച്ചേഴ്സ് പഠിപ്പിച്ചതല്ലേ? അപ്പൊ അത് ഓർമ്മയില്ലെങ്കിൽ ആ ഒരു ബുക്ക് എടുത്ത് ആ ഒരു ചാപ്റ്റർ എടുത്ത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മുടെ ആ ഒരു ചാപ്റ്റേഴ്സിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ JCA നമ്മൾ പറഞ്ഞിരുന്നു മൊത്തം 16 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അല്ലെ? അതുപോലെ തന്നെ നാബില് വരുമ്പോ അത് എത്ര ചാപ്റ്റർ ആണ്? 10 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഓക്കെ, ഇനി
JCAയില് 16 ചാപ്റ്ററിന്റെ ഉള്ളിലായിട്ട് മൊത്തം എത്ര സ്റ്റാൻഡേർഡ്സ് ആണ് ഉണ്ടായിരുന്നത്? എത്ര സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരുന്നു? വെരി ഗുഡ്, 285 അല്ലെ, 285 ആണ് എന്ത് സ്റ്റാൻഡേർഡ്സിന്റെ മൊത്തം എണ്ണം അല്ലെ. ഈ അതിന്റെ ഉള്ളിൽ വരുന്ന മെഷറബിൾ എലമെന്റ്സിന്റെ എണ്ണം എത്രയായിരുന്നു? മെഷറബിൾ എലമെന്റ്സിന്റെ എണ്ണം 1160 അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ നാവിലും ഇതേപോലെയുള്ള ഒരു കണക്കുണ്ട് അല്ലെ. നാവിൽ എത്രയാണ്? മൊത്തം 10 ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിനുള്ളിലായിട്ട് 100 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതിനുള്ളിലായിട്ട് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് അല്ലെങ്കിൽ മെഷറബിൾ എലമെന്റ്സ് ഉണ്ട്. ക്ലിയർ ആണോ? Standard refers to a set goal for the performance. ഇനി ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് refers to a set goal, ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയാണ് ഒരു ലക്ഷ്യം? For the performance. ആ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിന്റെ പ്രകടനം അല്ലെ, അവർക്ക് പെർഫോമൻസ്, അവർക്ക് കൊടുക്കുന്ന സർവീസിന്റെ പ്രവർത്തനങ്ങള്, പ്രകടനങ്ങള്, ഈ പെർഫോമൻസ് എങ്ങനെയുണ്ട്, അതിനനുസരിച്ചുള്ള ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ കൃത്യമായ ലക്ഷ്യത്തിലെത്തണം ആ ഒരു പെർഫോമൻസ് അല്ലെ. എന്താണ്, നല്ലൊരു സർവീസ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യണമല്ലോ. ആ കൃത്യമായ സ്റ്റാൻഡേർഡ് എപ്പോഴാണോ അല്ലെങ്കിൽ കൃത്യമായ ഒരു ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യം എങ്ങനെയാണോ അതിനനുസരിച്ച് ഈ അവരുടെ പെർഫോമൻസ് വരണം അല്ലെ. അതിനു വേണ്ടിയാണ് നമ്മൾ മാനദണ്ഡങ്ങൾ വെച്ച് കൊടുക്കുന്നത്. ആ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് വെച്ച് കൊടുക്കുന്നത് ഒരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ആ ഗോളിലേക്ക് അവരുടെ പെർഫോമൻസ്, ഈ പ്രകടന നിലവാരം അത്രയും അവർ ഉയർത്തിക്കൊണ്ടുവരേണ്ടതാണ്. And elements come under each standard and is used to monitor the performance. ഇനി എന്താ, ഈ സ്റ്റാൻഡേർഡ്സിനുള്ളിലായിട്ട് എന്തുണ്ട്? എലമെന്റ്സ് ഉണ്ട് അല്ലെ, മെഷറബിൾ എലമെന്റ്സ് ഉണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. മെഷറബിൾ എലമെന്റ്സ് ഉണ്ട് അല്ലെ. ആ ഓരോ എലമെന്റ്സും എന്ത് ചെയ്യുന്നു? അണ്ടർ ഈച്ച് സ്റ്റാൻഡേർഡ്, ഓരോ സ്റ്റാൻഡേർഡിനുള്ളിലും ഇങ്ങനെയുള്ള എലമെന്റ്സ് ഉണ്ട്. ആൻഡ് ഈസ് യൂസ്ഡ് ടു മോണിറ്റർ ദ പെർഫോമൻസ്. എന്തിനു വേണ്ടിയാ? ആ സ്ഥാപനത്തിലെ ഓരോ പെർഫോമൻസും, ഓരോ മേഖലയിലെയും പ്രകടന നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് നിരീക്ഷിക്കാനും കൃത്യമായി സ്കോർ ചെയ്യാനും സ്കോർ ഇടാനും വേണ്ടിയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഈ എലമെന്റ്സ് എന്ന് പറയുന്നത് അല്ലെ. which are essentially evaluated. Out of 651 objective elements. നിങ്ങൾ ഇത് പഠിച്ചിട്ട്, ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതായിരിക്കും അല്ലെ. നാവിന്റെ ഇവിടെ ഇതുപോലെ ഒരു പാരഗ്രാഫ് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. നോക്കി, ഇപ്പൊ നാവിന്റെ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് അല്ലെങ്കിൽ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് അല്ലെങ്കിൽ മെഷറബിൾ എലമെന്റ്സ് ആണ് നാവിലുള്ളത് നമ്മൾ പഠിച്ചു. ആ എലമെന്റ്സിനെ 4 കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പഠിച്ചിരുന്നോ? 4 കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നത് ഓക്കെ, പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ അതില് ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഇതാ 1 or 2 are in കോർ കാറ്റഗറി അല്ലെ. കോർ കാറ്റഗറി. അപ്പൊ നിങ്ങൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് ആ 4 കാറ്റഗറീസിന്റെയും പേര് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് ആ 4 കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവ ഏതാണ് അല്ലെ, ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഈ 1 or 2 ഏതിലാണ് ഉൾപ്പെടുന്നത്? 459 എലമെന്റ്സ് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? 60 എണ്ണം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? 30 എണ്ണം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? അങ്ങനെയും ചോദിക്കും. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നോക്കിയ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് 1 or 2 are in കോർ കാറ്റഗറി. എന്താണ് കോർ വിഭാഗത്തിലുള്ളത്? which are essentially evaluated during each assessment. ഓരോ മൂല്യനിർണയ സമയത്തും അല്ലെ, ഓരോ മൂല്യനിർണയ സമയത്തും അടിസ്ഥാനപരമായും നിർബന്ധമായും വിലയിരുത്തേണ്ട എലമെന്റ്സ് ആണ് കോർ കാറ്റഗറിയിൽ വരുന്ന 102 എലമെന്റ്സ് എന്ന് പറയുന്നത്. Then second one ആണ് commitment category, which will be evaluated during final assessment. അന്തിമ മൂല്യനിർണയ സമയത്ത് മാത്രം വിലയിരുത്തപ്പെടുന്ന എലമെന്റ്സ് ആണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ വരുന്ന 459 എണ്ണം എന്ന് പറയുന്നത്. Then third one ആണ് 60 are in achievement category, which will be checked out during surveillance assessment. നിരീക്ഷണ മൂല്യനിർണയ സമയത്ത് വിലയിരുത്തപ്പെടുന്ന എലമെന്റ്സ് ആണ് അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ വരുന്ന 60 എണ്ണം എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ആണ് 30 are in excellent category. എന്താണ് എക്സലന്റ് കാറ്റഗറിയിൽ വരുന്ന 30 എണ്ണം, which will be evaluated during re-accreditation അല്ലെ, പുനർ അക്രഡിറ്റേഷൻ നടത്തുന്ന വേളകളിൽ
എന്താ ചെക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പരിശോധിക്കുന്ന എലമെന്റ്സിനെയാണ് എക്സലന്റ് കാറ്റഗറി എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ ഒരു പാരഗ്രാഫില്, ഇപ്പൊ മെയിൻ നാബിന്റെ ഗൈഡ് ബുക്ക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് 10 ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, 100 സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കും, ആൻഡ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് അല്ലെങ്കിൽ മെഷറബിൾ എലമെന്റ്സ് ഉണ്ടായിരിക്കും. ഇനി ഓരോ സ്റ്റാൻഡേർഡ്സും എന്ന് പറയുന്നത് അതൊരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കണം, ഒരു ലക്ഷ്യം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അവരുടെ പെർഫോമൻസ് പ്രകടനം എന്തോരം ആവണം, ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസ് ആയിരിക്കണം അവർ കാഴ്ചവെക്കേണ്ടത്. അതിനു വേണ്ടി ഒരു കൃത്യമായ ലക്ഷ്യം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ആ സ്റ്റാൻഡേർഡ്സിനുള്ളില് ഓരോ എലമെന്റ്സും ഉൾപ്പെടുന്നത് ഈ സ്റ്റാൻഡേർഡ്സിന്റെ കീഴിലാണ്. അങ്ങനെ ഓരോ എലമെന്റ്സും എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്ത് നിരീക്ഷിച്ചുകൊണ്ട് ആ സർവീസിനുള്ള പെർഫോമൻസ്, ആ ഒരു സ്ഥാപനത്തിന്റെ പ്രകടന നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നിരീക്ഷിച്ച് മനസ്സിലാക്കാനായിട്ട് ഈ എലമെന്റ്സ് വഴിയാണ് നമുക്ക് സാധിക്കുന്നത്. Then out of 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സിൽ 4 കാറ്റഗറി ആയിട്ട് ഈ ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് 102 എണ്ണം ഉൾപ്പെടുന്ന കോർ കാറ്റഗറി. കോർ കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ നിരീക്ഷണം അല്ലെ, ആ ഒരു നിരീക്ഷണ മൂല്യനിർണയ സമയത്ത് അടിസ്ഥാനപരമായിട്ട് എല്ലാ സമയത്തും അല്ല, മൂല്യനിർണയ സമയത്ത് ഉടനീളം അടിസ്ഥാനപരമായി നിർബന്ധമായും നമ്മൾ എന്താണ് വിലയിരുത്തപ്പെടേണ്ട എലമെന്റ്സ് ആണ് കോർ കാറ്റഗറിയിൽ വരുന്നത്. 459 ഇതിലായിരുന്നത് കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. അതെന്താ, ഇവാലുവേറ്റഡ് ഡ്യൂറിംഗ് ഫൈനൽ അസസ്മെന്റ്, അന്തിമ മൂല്യനിർണയ സമയത്ത് മാത്രം വിലയിരുത്തപ്പെടുന്നവയാണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ വരുന്നത്. അതുപോലെ തേർഡ് വൺ ആണ് 60 എണ്ണം 16 ആർ ഇൻ അച്ചീവ്മെന്റ് കാറ്റഗറി. അതിലെപ്പോഴാണ് ചെക്ക്ഡ് ഔട്ട് ഡ്യൂറിംഗ് സർവൈലൻസ് അസസ്മെന്റ്, നിരീക്ഷണ മൂല്യനിർണയ വേളകളിൽ വിലയിരുത്തപ്പെടുന്നവയാണ് എന്ത്, അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ വരുന്നത്. ലാസ്റ്റ് വൺ ആണ് ഫോർത്ത് കാറ്റഗറി ആണ് 30 are in excellent category, which will be evaluated during re-accreditation. മൂല്യനിർണയം അല്ലെങ്കിൽ പുനഃഅക്രഡിറ്റേഷൻ നൽകുന്ന വേളകളിൽ മാത്രം വിലയിരുത്തപ്പെടേണ്ടതായിട്ടുള്ള എലമെന്റ്സ് ആണ് എക്സലന്റ് കാറ്റഗറിയിൽ വരുന്നത്. ക്ലിയർ അല്ലേ? ഇത് ഓൾറെഡി നിങ്ങൾ നാബിൽ ഓൾറെഡി പഠിച്ച കാര്യം തന്നെയാണ്. എന്താണ് റോസമ്മയ്ക്ക് ഡൗട്ട്? എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ ഇവിടെ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. ആണോ? എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണോ നമ്മൾ ഇവിടെ ഇപ്പൊ ഹാൻഡിൽ ചെയ്യുന്നത്? ഇപ്പൊ ഏത് ചാപ്റ്റർ പഠിക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് അത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്താ, ആ ടീച്ചേഴ്സ് വരുമ്പോ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവരോട് സംസാരിക്കുക. നമുക്ക് വേറൊരു ചാപ്റ്റർ അല്ലേ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നേ, അപ്പൊ അതിന്റെ കാര്യമാണ് വിട്ടിട്ട് ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കി നിങ്ങള് നാബ് സ്റ്റാൻഡേർഡ്സ് നോക്കി. നാബ് സ്റ്റാൻഡേർഡ്സ് നമ്മുടെ JCEയിൽ സ്റ്റാൻഡേർഡ്സ് പഠിച്ചില്ലേ അല്ലെ? 4 സെക്ഷൻ ആയിട്ട് നമ്മൾ തിരിച്ചല്ലേ പഠിച്ചത്. അതുപോലെ തന്നെ നാബിന്റെ സ്റ്റാൻഡേർഡ്സിലും അവിടെ 4 സെക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ആകെ 2 സെക്ഷൻ മാത്രമായിട്ടാണ് തിരിച്ചാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ അതിനുള്ളിൽ ആ 2 സെക്ഷനുള്ളിലായിട്ടാണ് 10 ചാപ്റ്റേഴ്സ് വരുന്നത്. നിങ്ങൾ നോക്കിയേ, 2 സെക്ഷനുകൾ ഏതൊക്കെയാണ്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്, രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ. രണ്ടാമത്തെ സെക്ഷൻ ഏതാ വരുന്നത്? ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം അല്ലെ, ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സ്ഥാപനത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ. ഈ പറയുന്ന 2 സെക്ഷനിലും കൂടി മൊത്തം എത്ര ചാപ്റ്റേഴ്സ് വരുന്നത് തുടങ്ങി നോക്കിയേ. മൊത്തം എത്ര ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്? ആ 2 സെക്ഷനും കൂടി 10 അല്ലെ? അപ്പൊ 10 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. 10 ചാപ്റ്റേഴ്സ് ആ വരുന്നത്. ഈ 10 ചാപ്റ്ററിന്റെ ഉള്ളിലായിട്ട് 100 സ്റ്റാൻഡേർഡ്സും വരുന്നുണ്ട്. ഓക്കെ അല്ലെ? നോക്കാം, ആദ്യത്തെ സെക്ഷൻ എന്താണെന്ന്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്, രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള
മാനദണ്ഡങ്ങൾ. ഏതൊക്കെയാ? നമ്മൾ ഓൾറെഡി JCA പഠിച്ച പോലെയുള്ള കുറെ കാര്യങ്ങൾ തന്നെ എവിടെയും വരുന്നുണ്ട്. ഈ പറയുന്ന 10 ഈ 2 സെക്ഷനും ആ 10 ചാപ്റ്റേഴ്സും നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താന്ന് വെച്ചാൽ 2 സെക്ഷനെ പറയുന്നുള്ളൂ. ആ 2 സെക്ഷനിലും 5 വീതം തന്നിട്ടുണ്ട് ചാപ്റ്റേഴ്സ്. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ ഉൾപ്പെടുന്നവയത് ഉൾപ്പെടാത്തവയത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു ചോദിക്കാം. അപ്പൊ ആ ഒരു 10 ഓരോ 5 ഏതിലാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണെന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നോക്കിയപ്പോ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നത് ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ആണ് അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, AAC. എന്താ? ആ ഒരു സർവീസിലേക്കുള്ള ആ പേഷ്യന്റിന്റെ പ്രവേശനം, അവരുടെ വിലയിരുത്തലുകൾ, ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, അവരുടെ ആ ഒരു പരിചരണത്തിന്റെ തുടർച്ച മുതലായ കാര്യങ്ങളെ കുറിച്ചുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് ഈ AAC എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നത്. രണ്ടാമത്തത് കെയർ ഓഫ് പേഷ്യന്റ്, COP, പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. മൂന്നാമത്തതായിട്ട് മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, MOM, മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, അവർക്ക് കൊടുക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന മരുന്നുകളുടെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. Then fourth one ആണ് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ, പേഷ്യൻസിന്റെ അവകാശങ്ങളും അവർക്ക് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എന്താ ബോധവൽക്കരണ ക്ലാസുകളും കൊടുക്കുക. അതാണ് ആ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങൾ. ഫിഫ്ത് വൺ ആണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, HIC. ഹോസ്പിറ്റലിലെ രോഗികൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയുള്ള നിയന്ത്രണങ്ങള്, അതുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ് ഫിഫ്ത് ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളിൽ 5 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഒന്നാമത് AAC, ആ ഒരു പേഷ്യൻസിന്റെ ആ ഒരു സർവീസിലേക്കുള്ള പ്രവേശനം, അവരുടെ വിലയിരുത്തലുകൾ, അതുപോലെ തന്നെ ആ ഒരു തുടർച്ച, ആ ഒരു പരിചരണത്തിന്റെ തുടർച്ച, കണ്ടിന്യൂറ്റി മുതലായ കാര്യങ്ങളാണ്. സെക്കൻഡ് വൺ ആണ് പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. തേർഡ് വൺ അവർക്ക് കൊടുക്കുന്ന മെഡിക്കേഷൻസ്, മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ടുള്ള മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഫോർത്ത് വൺ പേഷ്യൻസിന്റെ റൈറ്റ്സ്, അവകാശങ്ങളും അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഫിഫ്ത് വൺ എന്താ? പേഷ്യൻസിന് ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നിയന്ത്രണങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഫിഫ്ത് ചാപ്റ്ററിൽ വരുന്നത്. ക്ലിയർ ആയോ? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളാണ്. സെക്കൻഡ് സെക്ഷൻ ആണ് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്, അതായത് ആ സ്ഥാപനത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളാണ്. നോക്കുമ്പോൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയേ, ഫസ്റ്റ് വൺ പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, ദാറ്റ് ഈസ് PSQ. എന്താ? അവിടെ ആ സ്ഥാപനത്തിലേക്ക്, ആ ഹോസ്പിറ്റലിലേക്ക് ആ പേഷ്യൻസ് വരുമ്പോ ആ പേഷ്യൻസിന് ആ സ്ഥാപനം ചെയ്തു കൊടുക്കേണ്ടതാണ് അല്ലെ. നല്ലൊരു സേഫ്റ്റി ഉറപ്പുവരുത്തുക, അല്ലെ, സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, നല്ല ക്വാളിറ്റി ഉള്ള സർവീസ് ഉറപ്പുവരുത്തുക, ആ സർവീസിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക മുതലായ കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. സെക്കൻഡ് വൺ ആണ് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്. എന്താ? ആ സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഉത്തരവാദിത്തങ്ങൾ. തേർഡ് വൺ ആണ് ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി, FMS. എന്താ ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ വരുന്ന പേഷ്യൻസിന് ആവശ്യമായ സൗകര്യങ്ങൾ നൽകുക, അല്ലെ, ഫെസിലിറ്റികൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ നൽകുക. സൗകര്യങ്ങൾ നൽകിയാൽ മാത്രം പോരാ, അവിടുത്തെ അതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷയും ഉറപ്പുവരുത്തുക. ഫോർത്ത് വൺ ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HRM, അല്ലെ, ആ സ്ഥാപനത്തിനുള്ള എല്ലാ ജീവനക്കാരും അല്ലെങ്കിൽ എംപ്ലോയീസിന്റെയും ഒരു മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഫോർത്ത് വണ്ണിൽ വരുന്നത്. അവരുടെ അവകാശങ്ങൾ, അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് മുതലായ എല്ലാ കാര്യങ്ങളും. ഫിഫ്ത് വൺ ആണ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ IMS. അവിടെ വരുന്ന ഇൻഫർമേഷൻസ്, ഹോസ്പിറ്റലിലേക്ക് വരുന്ന ലഭ്യമാകുന്ന ഓരോ ഇൻഫർമേഷൻസും കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോ സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു സ്ഥാപനം, ആ ഓർഗനൈസേഷൻ സെന്റേർഡ് ആണ്, കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളാണ്. അതിൽ 5 നമ്മൾ പറഞ്ഞത്. PSQ എന്ന് പറഞ്ഞാല് പേഷ്യൻസിന്റെ സുരക്ഷ ഉറപ്പുവരുത്തണം, അതുപോലെ കൊടുക്കുന്ന സേവനങ്ങളുടെ
ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിൽ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സെക്കൻഡ് വൺ പറഞ്ഞത് ആ ഓരോ സ്ഥാപനത്തിന്റെയും മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളാണ്. തേർഡ് വൺ എന്താ, പേഷ്യൻസിന് കൊടുക്കേണ്ട, സ്ഥാപനം കൊടുക്കേണ്ടതായിട്ടുള്ള സൗകര്യങ്ങളോ അതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷിതത്വവും. ഫോർത്ത് വൺ എന്താ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്. ഫിഫ്ത് വൺ അവിടെ വരുന്ന ലഭ്യമാകുന്ന ഓരോ ഇൻഫർമേഷൻസും കൃത്യമായി മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്ന 5 എണ്ണം. ക്ലിയർ ആണോ? അത് 2 സെക്ഷനും 10 ചാപ്റ്റേഴ്സ് ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയിലേക്ക് പോവാണ്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. നിങ്ങൾ ഓൾറെഡി ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് നാബില് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഒരു 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് എന്ന് പഠിച്ചിട്ടില്ലേ അല്ലെ? അതിന്റെ ഫോർമുലാസ് ആണ് നമ്മളിവിടെ. എന്തൊക്കെയാണ് ആ 32 എണ്ണം? ഏതാണ്? അതിൽ ഓരോന്നിലും ഫോർമുലാസ് വരുന്നുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലാസ്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഹെഡിങ് പഠിക്കണം. അതിനുള്ളിൽ വരുന്ന ഫോർമുല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മിസ് പറഞ്ഞു തരുമ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാം. 32 എണ്ണവും മുഴുവനും പഠിച്ചെടുക്കാന്ന് വൈകാട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അല്ലെ? നമുക്ക് വേറെയും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്ത് ചെയ്യണം? പ്രീവിയസ് ഇയേഴ്സിൽ കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഫ്രീക്വന്റ് ചോദിക്കുന്ന കുറച്ചെണ്ണം ഉണ്ട്. അത് മിസ് ഓൾറെഡി എടുക്കുന്ന സമയത്ത് നോട്ട് ചെയ്യാൻ പറയും കേട്ടോ. ആ നോട്ട് ചെയ്യാൻ പറയുന്ന സമയത്ത് നിങ്ങൾ അത് നോട്ട് ചെയ്യുക. കൃത്യമായിട്ട് അതിന്റെ ഫോർമുലാസ് ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. കാരണം ഫോർമുലാസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ച് മറിച്ചും ചോദിക്കാം. ഓക്കെ, ന്യൂമറേറ്റർ എടുത്ത് ഡിനോമിനേറ്റർ ഇട്ട് ചോദിക്കാം, ഇൻറ്റുവിന്റെ സ്ഥാനത്ത് മൈനസ് ഇട്ട് ചോദിക്കാം, പ്ലസ് ഇട്ട് ചോദിക്കാം, അങ്ങനെ പല രീതിയിലും ചോദിക്കാം കേട്ടോ. ചിലപ്പോ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതല്ലാത്തതായിരിക്കും. ചിലപ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ പല രീതിയിലും ക്വസ്റ്റ്യൻ വരും. ആ ഫോർമുല കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഡൗട്ട് വരും, കൺഫ്യൂഷൻ വരും, തെറ്റിപ്പോകും. അതുകൊണ്ട് തന്നെ ഫോർമുലാസ് 1-2 ക്വസ്റ്റ്യൻ, കാരണം അത്രയും ഫോർമുലാസ് 32 എണ്ണം ഉള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്ന് 1-2 ഒക്കെ എപ്പോഴും ഷുവർ ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് വിടരുത് ആ ഒരു ഭാഗം കേട്ടോ. നോക്കിയേ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാല്? സൂചകങ്ങളാണ് അല്ലെ? ഇത് നമുക്കറിയാം അല്ലെ? എന്തിനു വേണ്ടിയാണ് ഈ സൂചകങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സൂചകങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ആ ഒരു ഫോർമുലയ്ക്ക് ഉപയോഗിച്ച് ഓരോ കാര്യങ്ങളും കണ്ടെത്തുന്നത്? എന്തിനു വേണ്ടിയാ? വെറുതെ അങ്ങ് കണ്ടെത്തുന്നതാണോ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട്? ആണോ? നമ്മള് CSSD പഠിച്ചില്ലേ? നിങ്ങള് CSSD പഠിച്ചപ്പോ അവിടെ നമ്മളൊരു 3 ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചില്ലേ? പഠിച്ചിരുന്നോ? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചോ? അപ്പൊ എന്തിനായിരുന്നു നമ്മൾ ഒരു ഇൻഡിക്കേറ്റേഴ്സ് അവിടെ ഉപയോഗിച്ചത്? അല്ലെങ്കിൽ അവിടെ നമ്മൾ അതിന് എന്തിനു വേണ്ടിയിട്ടാണ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചത്? എന്തിനു വേണ്ടിയാണ് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയായിരുന്നു? അത് മനസ്സിലായാൽ നിങ്ങൾക്ക് ഇതും കണക്ട് ചെയ്യാൻ പറ്റും. എന്തിനു വേണ്ടിയാണ് നമ്മൾ അവിടെ ഉപയോഗിച്ചേ? ഉറപ്പുവരുത്താനാണ് അല്ലെ? അവിടെ ആ ഒരു സ്റ്റെറിലൈസേഷൻ കൃത്യമായിട്ട് നടന്നു എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ആ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചത് അല്ലെ? അതുപോലെ തന്നെ ഇവിടെയും കൃത്യമായിട്ട് സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള കാര്യങ്ങൾ അവർ പാലിക്കുന്നുണ്ടോ? ഇനി എന്തെങ്കിലും ഇപ്പൊ ഇവിടെ റേറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോന്നിന്റെ പെർസെന്റേജ് കാര്യങ്ങൾ കാണുന്ന സമയത്ത് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ എന്ത് ചെയ്യാം? ഇംപ്രൂവ്മെന്റ് നടത്താം അല്ലെ? അവരുടെ ഗുണനിലവാരത്തിൽ അവർക്ക് മെച്ചപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ്സ് നടത്താനുള്ള ഒരു അവസരം കൂടിയാണ് ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് വഴി സാധിക്കുന്നത്. നോക്കിയപ്പോ എന്താണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. KPI എന്താണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അസിസ്റ്റിംഗ് ഹെൽപ്പിംഗ് ടു സിസ്റ്റമാറ്റിക്കലി മോണിറ്റർ, assess and continually enhance service performance. എന്താ? ആ ഒരു സ്ഥാപനത്തിന്റെ അവര് നൽകുന്ന സേവനങ്ങൾ അല്ലെ, സർവീസുകൾ, അതിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രകടന നിലവാരം കൃത്യമായി മോണിറ്റർ ചെയ്യുക, കൃത്യമായി നിരീക്ഷിക്കാനും assess ചെയ്യാം, വിലയിരുത്താനും ആൻഡ് കണ്ടിന്യൂവലി എൻഹാൻസ് സർവീസ് പെർഫോമൻസ് എന്ന് പറയുന്നത് തുടർച്ചയായി മെച്ചപ്പെടുത്താനും സഹായിക്കുന്നവയാണ്
കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഇങ്ങനെയുള്ള കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് അവിടെ കൊടുക്കുന്ന സർവീസുകളെ നിരീക്ഷിക്കാൻ സാധിക്കും. അതിനെ വിലയിരുത്തിക്കൊണ്ട് കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് അവരുടെ പെർഫോമൻസിനെ മെച്ചപ്പെടുത്താൻ ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് സഹായിക്കുന്നുണ്ട്. And by themselves the key performance indicators cannot improve performance. ഈ key performance indicators ഉപയോഗിച്ചുകൊണ്ട് സ്വയം നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു പെർഫോമൻസിനെ മെച്ചപ്പെടുത്താൻ സാധിക്കില്ല. പകരം ഈ key performance indicators എന്തായിട്ട് ആക്ട് ചെയ്യാനേ പറ്റുള്ളൂ. However, they do provide signposts that signal progress toward goals and objectives as well as opportunities for sustainable progress. എന്താ signpost എന്ന് പറഞ്ഞാൽ എന്താ, കേട്ടിട്ടുണ്ടോ? ഒരുപാട് സൈൻ പോസ്റ്റുകള് കേട്ടിട്ടുണ്ടോ? വഴികാട്ടി അല്ലെങ്കിൽ മാർഗസ്തംഭം എന്നാണ് അതിന്റെ ഒരു മലയാളം മീനിങ് കേട്ടോ. വഴികാട്ടികള്, അതായത് ഈ ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അതിനൊരു വഴികാട്ടിയായിട്ട് നിൽക്കാൻ പറ്റും. എന്തിനുള്ള വഴികാട്ടിയാണ്? ദാറ്റ് സിഗ്നൽ പ്രോഗ്രസ് ടുവേർഡ്സ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആസ് വെൽ ആസ് ഓപ്പർച്യൂണിറ്റി ഫോർ സസ്റ്റൈനബിൾ പ്രോഗ്രസ്. എന്താ, ആ ഹോസ്പിറ്റലിലെ നൽകുന്ന സർവീസുകളുടെ ഗുണനിലവാരം അത് കൃത്യമായ സ്റ്റാൻഡേർഡുകൾ അല്ലെങ്കിൽ ഗോളുകളിലേക്ക്, ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നുണ്ടോ, അല്ലെ? അതിന്റെ എത്രത്തോളം പുരോഗതി അവിടെ ഉണ്ടായിട്ടുണ്ട്, ഇനി എത്രത്തോളം എന്താ അവിടെ മെച്ചപ്പെടുത്താനായിട്ട്, അതാണ് സസ്റ്റൈനബിൾ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ സുസ്ഥിരമായിട്ടുള്ള ഒരു പുരോഗതി അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള മെച്ചപ്പെടുത്തലുകൾ നടത്തണം, അല്ലെ? നല്ല ക്വാളിറ്റി കൊടുക്കാന്ന് പറയുന്നത് കുറച്ച് ദിവസം കൊടുക്കാന്നല്ലല്ലോ, കുറച്ച് നാൾ സ്ഥിരമായിട്ട് നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാന്നുള്ളതാണ്. അവിടെ ആ ഒരു കാര്യങ്ങൾ കാണാനും, അതായത് എത്രത്തോളം എന്തൊക്കെ കുറവുകളാണ്, ന്യൂനതകളാണ് ഓരോ ഭാഗത്തും ഈ ഒരു സ്ഥാപനം സർവീസ് കൊടുക്കുന്നതിന്റെ ഓരോ വിഭാഗങ്ങളിലും എന്തൊക്കെ ന്യൂനതകളാണുള്ളത്, അല്ലെ? അതൊക്കെ കണ്ടുപിടിക്കാനും അതുവഴി എന്താ ഒരു കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ആ ഒരു പുരോഗതി അല്ലെങ്കിൽ മെച്ചപ്പെടുത്തലുകൾ നിലനിർത്താനും വേണ്ടിയിട്ടുള്ള ഒരു വഴികാട്ടിയായിട്ട് ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന് നിൽക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ ആ ഒരു പാരഗ്രാഫ്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു സ്ഥാപനം കൊടുക്കുന്ന സർവീസ്, സേവനങ്ങൾ, അതിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രകടന നിലവാരം കൃത്യമായി നിരീക്ഷിക്കാനും വിലയിരുത്താനും തുടർച്ചയായിട്ട് മെച്ചപ്പെടുത്താനും സഹായിക്കുന്നവയാണ് key performance indicators. അവയ്ക്ക് സ്വയം അവിടെ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ കഴിയില്ലെങ്കിലും ഒരു വഴികാട്ടിയായിട്ട് അല്ലെങ്കിൽ സൈൻ പോസ്റ്റുകളായിട്ട് വഴികാട്ടിയായിട്ട് നിൽക്കാനായിട്ട് സാധിക്കും. ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് വഴി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അവിടെയുള്ള ആ ഒരു ഗോളുകൾ, കൃത്യമായ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ അവർ പാലിക്കുന്നുണ്ടോ, അതിന്റെ പുരോഗതി എത്രത്തോളം ഉണ്ട്, നല്ല ക്വാളിറ്റിയിലുള്ള സർവീസ് കൊടുക്കുന്നുണ്ടോ, ഇനി അവർക്ക് എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സസ്റ്റൈനബിൾ പ്രോഗ്രസ്, സുസ്ഥിരമായിട്ടുള്ള ഒരു പുരോഗതി അല്ലെങ്കിൽ മെച്ചപ്പെടുത്തൽ അവിടെ വരുത്താൻ പറ്റും എന്ന കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ള ഒരു വഴികാട്ടിയായിട്ട് ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിനെ വിളിക്കാൻ സാധിക്കും. ക്ലിയർ ആണോ? ഇത്രയും ഓക്കെ ആണോ ഫസ്റ്റ് പാരഗ്രാഫ്? ഓക്കെ. Then next നോക്കിയേ, the key performance indicators are likely to be monitored by health care organization. അപ്പോൾ ഓരോ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസും ഇങ്ങനെയുള്ള കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അത് നിരീക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യും, അവരുടെ പെർഫോമൻസ് ലെവൽ എത്രത്തോളമാണ് എന്ന് എന്ത് ചെയ്യും, മോണിറ്റർ ചെയ്യും, നിരീക്ഷിക്കും. അതിനനുസരിച്ച് അവർക്ക് മെച്ചപ്പെടുത്തലുകൾ നടത്താൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും, ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് നിരീക്ഷണങ്ങൾ നടത്തുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സും അതിന്റെ ഫോർമുലാസുമാണ് കേട്ടോ. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1, 2, 3 ഒക്കെ ഉണ്ടാവുന്നു കേട്ടോ. അത് മിസ് പറയും, ആ സമയത്ത് അത് നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ, the time taken for initial assessment. എന്താണ്? പ്രാഥമിക വിലയിരുത്തലിനായി എടുക്കുന്ന സമയം. പ്രാഥമിക വിലയിരുത്തലിനായി എടുക്കുന്ന സമയം. അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലേക്ക്, നമ്മളൊരു അത്യാവശ്യ കാര്യത്തിന് ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി നമ്മളൊരു എമർജൻസി ആണ്, ഒരു കാഷ്വാലിറ്റി നമ്മൾ പോയെന്ന് വിചാരിക്കുക, നമ്മളോട് പറയില്ലേ, അവിടെ കയറി ഇരിക്കാൻ പറയും, അല്ലെ? നമ്മൾ അവിടെ ആ ഒരു ഡോക്ടർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാറില്ലേ? ഡോക്ടർ വന്ന് നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാറില്ലേ? ഉണ്ടോ?
ചില ഹോസ്പിറ്റലിൽ പെട്ടെന്ന് വന്ന് നമ്മൾ നോക്കും, ചില ഹോസ്പിറ്റൽ ആകുമ്പോഴോ ഒരുപാട് സമയം എടുക്കും അല്ലെ. അതാണ് പ്രാഥമിക വിലയിരുത്തലിനായി എടുക്കുന്ന സമയം. അപ്പൊ നല്ലൊരു ക്വാളിറ്റി സർവീസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരുപാട് സമയം നമ്മൾ ആളുകളെ വെയിറ്റ് ചെയ്യിപ്പിക്കരുത് അല്ലെ. പേഷ്യൻസിനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യിച്ചുകൊണ്ട് പെട്ടെന്ന് അവർക്ക് എന്ത് കൊടുക്കണം, സർവീസുകൾ കൊടുക്കുക എന്നതാണ് നല്ല ക്വാളിറ്റി സർവീസിന്റെ ഭാഗം. അപ്പൊ അതല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മെച്ചപ്പെടുത്തലുകൾ നടത്താൻ വേണ്ടിയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. നോക്കിയേ ഫസ്റ്റ് വൺ, ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്. എന്താ, ആ പ്രാഥമിക വിലയിരുത്തലിനായി എടുത്ത സമയം. നോക്കി, the time should begin from the time that the patient has reached at the bed of the ward till the time that the initial evaluation has been completed by a doctor. എന്താണ് ആ ഒരു സമയം, എത്രയാണ് ആ ഒരു സമയത്തിന്റെ ഒരു ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത്? എവിടെ വരിക? The time that the patient has reached at the ബെഡ് ഓഫ് ദ വാർഡ്. ആ ഒരു ഹോസ്പിറ്റലിന്റെ എമർജൻസി കേസ് ആയിട്ട് നമ്മളിപ്പോ പോവാണ്. ആ പോയി കഴിഞ്ഞ് കഴിയുമ്പോ ആ പേഷ്യന്റിനെ ആ വാർഡിനുള്ളിലുള്ള ബെഡിൽ കൊണ്ടുവന്ന് ഇരുത്തുന്ന സമയം മുതൽ അല്ലെ, ആ ബെഡിലേക്ക് ആ ഒരു പേഷ്യന്റ് എത്തിയ സമയം മുതല് എവിടെ വരെയാണ്? ഒരു ഡോക്ടർ വന്ന് പ്രാഥമിക മൂല്യനിർണയം പൂർത്തിയാക്കുന്നത് വരെയുള്ള സമയം. അതാണ് ആ ഒരു ടൈം ഗ്യാപ്പിനെയാണ് ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. എവിടെ വരെയാണ്? ആ ഒരു പേഷ്യന്റ് വന്ന് വാർഡിലെ ബെഡിൽ എത്തുന്ന സമയം മുതൽ ഒരു ഡോക്ടർ വന്ന് അവരെ പ്രാഥമിക വിലയിരുത്തൽ പൂർത്തിയാക്കുന്ന വരെയുള്ള സമയം. ആ ഒരു ടൈം ഗ്യാപ്പിനെയാണ് ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. പ്രാഥമിക വിലയിരുത്തലിനായി എടുക്കുന്ന സമയം. കിട്ടിയോ? ഫസ്റ്റ് വൺ ക്ലിയർ ആയോ? ഓക്കെ, അതിന്റെ ഫോർമുല നോക്കി. സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്, പ്രാഥമിക വിലയിരുത്തൽ ഇനിഷ്യൽ അസസ്മെന്റിനായി എടുത്ത സമയത്തിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ, അവിടെ വന്നിരിക്കുന്ന അഡ്മിഷൻസിന്റെ ആകെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്താണ് ഫോർമുല? സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്, പ്രാഥമിക വിലയിരുത്തലിനായി എടുത്ത സമയത്തിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ, അവിടെ വന്നിരിക്കുന്ന അഡ്മിഷൻസിന്റെ ആകെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആ ഒരു റേറ്റ് കിട്ടും. ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ ഫോർമുലാസ് അങ്ങനെ തന്നെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കണം കേട്ടോ. നമുക്കൊരു മാറ്റവും വരുത്താൻ പറ്റില്ല, അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. സെക്കൻഡ് വൺ നോക്കി, നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻസ്. എന്താ, ഒരു 1000 ലാബ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ 1000 ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ എന്താണ് 1000 അന്വേഷണങ്ങൾ നടത്തിയാല്, അതായത് ഒരു 1000 ലാബ് ടെസ്റ്റുകൾ നടത്തിയാല് അതിൽ എത്ര എണ്ണത്തിൽ എറേഴ്സ് അല്ലെങ്കിൽ പിശകുകൾ വന്നു, അതിന്റെ കണക്കാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഒരു 1000 ലാബ് ടെസ്റ്റ് നടത്തിയെന്ന് വിചാരിക്കാം. അതിൽ ചിലപ്പോ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ ചെറിയ എറേഴ്സ് അല്ലെങ്കിൽ പിശകുകളായിരിക്കാം അല്ലെ. സ്വാഭാവികമാണ്, അത് വരാം, സംഭവിക്കാം അല്ലെ. അപ്പൊ അത് ഒരു ക്വാളിറ്റി സർവീസിനെ ബാധിക്കില്ലേ? അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ഒന്നായിരിക്കോട്ടെ രണ്ടായാലും അത് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് എന്ത് ചെയ്യണം, അതിന്റെ ഒരു കണക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ, 1000 ലാബ് ടെസ്റ്റുകൾ നടത്തിയാല് അതിൽ എത്ര എണ്ണം എറേഴ്സ് വന്നു അല്ലെങ്കിൽ പിശകുകൾ വന്നു, അതാണ് ഇവിടെ കണക്ക് നോക്കുന്നത്. നോക്കിയേ ഫോർമുല, ദ നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ്, എത്ര നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് വന്നിട്ടുണ്ട്, എറേഴ്സ് റിപ്പോർട്ട് ചെയ്തതിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ്, അവിടെ നടത്തിയ ആകെ ടെസ്റ്റുകളുടെ എണ്ണം ഇൻറ്റു 1000 ആണ് അതിന്റെ ഫോർമുല. എന്താണ്? നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ്, എത്ര എറേഴ്സ് ആണ് അവിടെ റിപ്പോർട്ട് ചെയ്തത് അതിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ്, അവിടെ നടത്തിയ ടെസ്റ്റുകളുടെ ആകെ എണ്ണം ഇൻറ്റു 1000. കിട്ടിയോ? രണ്ടെണ്ണം ഓക്കെ ആണോ? ഓക്കെ. തേർഡ് വൺ നോക്കിയേ, percentage of adherence to safety precautions by staff working in diagnostics. എന്താ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ രോഗനിർണയ അല്ലെ, രോഗനിർണയവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ആളുകളില്ലേ, രോഗനിർണയം. ഇപ്പൊ നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകള്, ലാബുകള് മുതലായിടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ജീവനക്കാർ എന്ത് ചെയ്യണം? അവർ സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കണം അല്ലെ, സുരക്ഷാ മുൻകരുതൽ എടുക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ.
അപ്പൊ അങ്ങനെ എത്ര പേര്, അപ്പൊ ഒരുപാട് ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ടാവും, അതിൽ എത്ര പേര് ഇങ്ങനെയുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്നുണ്ട്? അഡ്ഹറൻസ് എന്ന് പറഞ്ഞാൽ പാലിക്കുക. അങ്ങനെ സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്നവരുടെ പെർസെന്റേജ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. എന്താണ്? ഡയഗ്നോസ്റ്റിക്സ് അല്ലെങ്കിൽ രോഗനിർണയ വിഭാഗത്തിലെ ജീവനക്കാരിൽ എത്ര പേര് ഈ സേഫ്റ്റി പ്രിക്കോഷൻസ് അല്ലെങ്കിൽ സുരക്ഷാ മുൻകരുതൽ പാലിക്കുന്നുണ്ട്, അവരുടെ പെർസെന്റേജ് ആണ് നോക്കുന്നത്. നോക്കി ഫോർമുല, നമ്പർ ഓഫ് സ്റ്റാഫ് അഡ്ഹറിംഗ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ്, സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്ന ജീവനക്കാരുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റഡ്. അല്ലെങ്കിൽ എന്താണ് പറയാ, നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റഡ് എന്ന് പറഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന ആകെ സ്റ്റാഫുകളുടെ എണ്ണം, അതിൽ എത്ര പേര് സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്നുണ്ട് ഇൻറ്റു 100. അതാണ് ഫോർമുല. നമ്പർ ഓഫ് സ്റ്റാഫ് അഡ്ഹറിംഗ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ്, സേഫ്റ്റി പ്രിക്കോഷൻ പാലിക്കുന്ന സ്റ്റാഫുകൾ അല്ലെങ്കിൽ ജീവനക്കാരുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റഡ്, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന മൊത്തം ജീവനക്കാരുടെ എണ്ണം, അതിൽ എത്ര പേര് സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്നു ഇൻറ്റു 100 ചെയ്താൽ അതിന്റെ പെർസെന്റേജ് കിട്ടും. ക്ലിയർ ആണോ? തേർഡ് വൺ ക്ലിയർ ആണോ? ഓക്കെ. ഫോർത്ത് വൺ നോക്കി, മെഡിക്കേഷൻ എറർ റേറ്റ്. എന്താ മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ് എന്ന് പറഞ്ഞാല്? മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ് മരുന്ന് പിശകുകളുടെ എണ്ണം ഇല്ലേ? മരുന്നുകളൊക്കെ പിശകി അല്ലെങ്കിൽ എറർ വന്ന് കൊടുക്കാറില്ലേ പേഷ്യൻസിന്? ചെറിയ ഒരുപാട് കേസൊന്നും ഉണ്ടാവില്ല, 1-2 കേസൊക്കെ അങ്ങനെ കേട്ടിട്ടില്ലേ നിങ്ങൾ? മരുന്ന് മാറിക്കൊടുക്കുക അല്ലെ, അതുവഴി രോഗികൾക്ക് എന്തെങ്കിലുമൊക്കെ പേഷ്യൻസിന് എന്തെങ്കിലുമൊക്കെ ഹാംഫുൾ ആയിട്ടുള്ള ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. അങ്ങനെ വരുന്ന കേസുകളുടെ എത്ര പെർസെന്റേജ് അല്ലെങ്കിൽ റേറ്റ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. A medication error is any preventable event that may cause or lead to unsuitable medication use or patient harm while the medication is in control of the healthcare professional, patient or consumer. എന്താ ഈ ഒരു മെഡിക്കേഷൻ എറർ അല്ലെങ്കിൽ മരുന്ന് പിശകുകൾ വരുന്നത് നമുക്ക് തടയാവുന്ന ഒരു സംഭവമാണ് അല്ലെ? നമുക്ക് തടയാൻ പറ്റില്ലേ അത്? എന്തുകൊണ്ടാണ് അങ്ങനെ മരുന്ന് പിശകുകൾ വരുന്നത്? വളരെ ശ്രദ്ധക്കുറവ് മൂലമാണ് അല്ലെ? അപ്പൊ അത് നമുക്ക് എന്താ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ആണ് ആ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആ മരുന്നുകൾ കൈകാര്യം ചെയ്യുന്നതെങ്കിലും, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ കയ്യിലാണ് ചിലപ്പോൾ ആ മരുന്നുകൾ ഉള്ളെങ്കിലും അവർ ശ്രദ്ധിക്കാത്തത് കൊണ്ടും ഇങ്ങനെയുള്ള കേസുകൾ വരാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കേസുകൾ നമുക്ക് ഒരു തടയാവുന്ന സംഭവമാണ്. പറ്റുന്നതാണ് ആ ഹെൽത്ത്, ചിലപ്പോ ആ മരുന്നെന്ന് പറയുന്നത് ആരുടെ കൺട്രോളിലായിരിക്കും? ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറുടെ ആയിരിക്കും. ചില ഹോസ്പിറ്റലിൽ ചില മരുന്നുകൾ നമ്മുടെ പേഷ്യൻസ് തന്നെ കഴിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ തരും അല്ലെ? ചിലത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് തന്നെയായിരിക്കും തരിക അല്ലെ? നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ മരുന്നുകളും തന്നെ അവർ കൊണ്ടുവന്ന് തരില്ല, ചിലത് അവർ തന്നെയായിരിക്കും നമുക്ക് തരിക. ചിലത് എങ്ങനെയാണ്? പേഷ്യൻസിനോട് തന്നെ സ്വയം എന്ത് ചെയ്യും, ഇത്ര സമയത്ത് ഇത്രയും അളവില് നിങ്ങൾ കഴിക്കണം എന്ന് പറഞ്ഞു തരാറുണ്ട് അല്ലെ? അപ്പൊ അത് 2 കൂട്ടരുടെ ഭാഗത്തുനിന്ന് വരുന്ന മിസ്റ്റേക്ക് ആവുന്നു. ഇതില്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറുടെ മരുന്ന് അവരുടെ നിയന്ത്രണത്തിലിരിക്കുമ്പോഴാവാം, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ നിയന്ത്രണത്തിൽ മരുന്നിരിക്കുമ്പോഴാവാം. അവരുടെ അശ്രദ്ധ, ഈ 2 കൂട്ടരുടെയും അശ്രദ്ധക്കുറവ് മൂലം അല്ലെ, ശ്രദ്ധയില്ലായ്മ മൂലം ചിലപ്പോ എന്ത് ചെയ്യാം, അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അനുയോജ്യമല്ലാത്ത രീതിയിൽ മരുന്നുകളെ പേഷ്യൻസ് ഉപയോഗിക്കുകയും അതുവഴി പേഷ്യൻസിന് ദോഷകരമായ സൈഡ് എഫക്ട്സ് ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ റേറ്റ് എത്ര എണ്ണമുണ്ട് അതാണ് ഇവിടെ നോക്കുന്നത്. ക്ലിയർ ആയോ? അതെന്താണ് കണ്ടന്റ് മനസ്സിലായോ? ഓക്കെ. ഇനി ആ ഫോർമുല നോക്കി, ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്, അവിടെ വന്നിരിക്കുന്ന മരുന്ന് പിശകുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്. എന്താ അവിടെ വരുന്ന മെഡിക്കേഷൻ എറേഴ്സ് അല്ലെങ്കിൽ മരുന്ന് പിശകുകൾ വരാൻ സാധ്യതയുള്ള അവസരങ്ങളുടെ എണ്ണം ഇൻറ്റു 100. എന്താണ് ഫോർമുല? ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്, വന്നിരിക്കുന്ന മരുന്ന് പിശകുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ total number of opportunities of medication errors. Medication errors വരാൻ സാധ്യതയുള്ള അവസരങ്ങളുടെ എണ്ണം ഇൻറ്റു 100 ചെയ്താൽ അവിടുത്തെ മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ് നമുക്ക് കിട്ടും. ക്ലിയർ ആണോ? ഫോർത്ത് വൺ. ഓക്കെ. Then fifth one നോക്കിയേ, percentage of medication charts with error prone abbreviations. അബ്രീവിയേഷൻസ് പഠിച്ചതല്ലേ? അബ്രീവിയേഷൻസ് പഠിച്ചില്ലായിരുന്നോ?
മെഡിക്കൽ ടെർമിനോളജിയിൽ പഠിച്ചു അല്ലെ. എന്താണ് ഒരു അബ്രീവിയേഷൻ എന്ന് പറഞ്ഞാല്? അബ്രീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ഒരു അബ്രീവിയേഷൻ? ഷോർട്ട് ഫോംസ് അല്ലെ, ഷോർട്ട് ഫോമിൽ എഴുതുന്നതാണ് അല്ലെ, ചുരുക്കി എഴുതുക നമ്മൾ പറയും അല്ലെ. അപ്പൊ ഇവിടെ അങ്ങനെ ഡോക്ടേഴ്സ് മെഡിസിൻ അല്ലെങ്കിൽ മരുന്ന് ചാർട്ടുകൾ, മെഡിക്കേഷൻ ചാർട്ടുകൾ എങ്ങനെയാ എഴുതി തരുന്നത്? ഷോർട്ട് ഫോമിലല്ലേ എഴുതുന്നത്. അവരിങ്ങനെ നീട്ടി വലിച്ചങ്ങ് എഴുതി കൊടുക്കോ? ഇല്ല, എല്ലാം ഷോർട്ട് ഫോമിലാണ് എഴുതി കൊടുക്കുന്നത് അല്ലെ. മരുന്ന് ചാർട്ടുകൾ, ഈ മെഡിക്കേഷൻ ചാർട്ടുകൾ, വരുന്ന പേഷ്യൻസിന്റെ മരുന്നുകൾ അവർ എഴുതി കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ഷോർട്ട് ഫോംസ് അല്ലെങ്കിൽ അബ്രിവിയേറ്റഡ് ഫോമുകളിലാണ് അല്ലെ. ഒരു പാരസെറ്റമോളിന്റെ PCM ആണ് അതിന്റെ അബ്രിവിയേറ്റഡ് ഫോം എന്ന് വിചാരിക്കും. ഒറിജിനൽ PCM എന്നാണ്. അത് ചിലപ്പോൾ എന്ത് ചെയ്യാം, ആ ഡോക്ടർ എഴുതുന്ന സമയത്ത് മാറിപ്പോവാം, പിശക് വരാം, എറർ വരാം. അതില് ചിലപ്പോ PCM എന്നുള്ളത് PCN എന്നാവാം, അല്ലെങ്കിൽ PCB എന്നാവാം. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ചെറിയ വ്യത്യാസങ്ങളാവും. ഒരു അബ്രീവിയേഷൻ എന്ത് വരാം? തെറ്റ് വരാം, അല്ലെങ്കിൽ പിശക് വരാം. അങ്ങനെ അബ്രീവിയേഷനിൽ തെറ്റ് വന്നാല് ഈ ചാർട്ട് കൊണ്ടുപോയി മരുന്നെടുത്ത് കൊടുക്കുന്ന ആ ഒരു വ്യക്തിക്കും തെറ്റ് പറ്റില്ലേ? അപ്പോ അല്ലെ, ആ ചാർട്ട് കൊണ്ടുപോയി വായിച്ച് മരുന്നെടുത്ത് കൊടുക്കുന്ന ആ ഒരു വ്യക്തിക്കും അത് തെറ്റുപറ്റില്ലേ? അല്ലെ, അവരെന്താണോ എഴുതിയിരിക്കുന്നത് അത് കൃത്യമായിട്ട് അത് നോക്കിയാണ് അവരും കൊടുക്കുന്നത് അല്ലെ. അല്ലാതെ അവർ ഇതിലെല്ലാം എന്താണ് ഡോക്ടറിനെ പോലെ ഡോക്ടർ ഇത് എന്താണോ അത് നോക്കി അവർ കൊടുക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെയും എന്ത് വരാറുണ്ട്? ഇങ്ങനെയുള്ള മെഡിക്കേഷൻ ചാർട്ടുകൾ, മരുന്ന് ചാർട്ടുകള് ഇങ്ങനെയുള്ള അബ്രിവിയേഷൻസ് എഴുതുമ്പോൾ പിശകുകൾ അല്ലെങ്കിൽ തെറ്റുകൾ വരാറുണ്ട്. അതിന്റെ എണ്ണം എത്രത്തോളം ഉണ്ട് അതാണ് ഇവിടെ നമ്മൾ 5th വണ്ണിൽ നോക്കുന്നത്. അതിന്റെ പെർസെന്റേജ് നോക്കിയേ. എറർ പ്രോൺ അബ്രിവിയേഷൻ ഷുഡ് ബി ഡിഫൈൻഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ guidelines set down by for safe medication practice അല്ലെ. എപ്പോഴും നല്ല രീതിയിൽ സുരക്ഷിതമായിട്ടായിരിക്കണം മരുന്നുകള് ഓരോ പേഷ്യൻസിനും നമ്മൾ കൊടുക്കേണ്ടത്. അതാണ് ഒരു സേഫ് മെഡിക്കേഷൻ പ്രാക്ടീസ് എന്ന് പറയുന്നത്. എല്ലാ രീതിയിലും ആ ഒരു സുരക്ഷിതമായിട്ടായിരിക്കണം ഓരോ മരുന്നുകളും അവർക്ക് നൽകേണ്ടത്. അതിൻ്റെ ഉള്ളിൽ വരുന്ന ഇങ്ങനെയുള്ള ഒരു എന്താ അബ്രിവിയേഷൻസ് എഴുതുമ്പോ ഇങ്ങനെ പിശകുകൾ അല്ലെങ്കിൽ എറേഴ്സ് വന്നാല് അത് ആ സേഫ് മെഡിക്കേഷൻ പ്രാക്ടീസിനെ വളരെ ദോഷകരമായിട്ട് ബാധിക്കും അല്ലെ. അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രിവിയേഷൻസ്. ഇങ്ങനെ ചുരുക്കി എഴുതുമ്പോൾ അല്ലെങ്കിൽ അബ്രിവിയേറ്റഡ് ഫോം ആയിട്ട് എഴുതുമ്പോൾ എത്ര ചാർട്ടുകളിൽ ഇങ്ങനെ പിശകുകൾ വന്നു അതിന്റെ എണ്ണം divided by number of medication charts reviewed. എന്താ? അവലോകനം ചെയ്ത ചാർട്ടുകളുടെ ആകെ എണ്ണം. അപ്പൊ ഇവിടെ വരുന്ന എല്ലാ ചാർട്ടുകളിലും ഇങ്ങനെയുള്ള മിസ്റ്റേക്ക് ഉണ്ടാവോ, എറേഴ്സ് ഉണ്ടാവോ? ഇല്ല, കുറച്ചെണ്ണം ഉണ്ടാവില്ല, വളരെ മൈന്യൂട്ട് ആയിട്ട് ചിലപ്പോ 1-2 എണ്ണത്തിലേക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അതില് അത് എത്ര ചാർട്ടുകൾ അവിടെ മൊത്തത്തില് എത്ര ചാർട്ടുകൾ അവലോകനം ചെയ്തു, റിവ്യൂ ചെയ്തു, അതിൽ എത്ര എണ്ണത്തിൽ ഇങ്ങനെയുള്ള മെഡിക്കേഷൻ ചാർട്ടുകളിൽ ഇങ്ങനെയുള്ള എറർ പ്രോൺ അബ്രിവിയേഷൻസ് വന്നു ഇൻടു 100 ചെയ്താല് അതിന്റെ പെർസെന്റേജ് കിട്ടും. ക്ലിയർ ആണോ? 5th വൺ ക്ലിയർ ആണോ? ഓക്കെ, ദെൻ ആ ഒരു ചാപ്റ്റർ ആ ഒരു പേജിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് നിങ്ങള് ഫസ്റ്റ് വൺ നോട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് വൺ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ 4th വൺ, ഫസ്റ്റ് വണ്ണും 4th വണ്ണും അതിനെ ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. ബാക്കിയുള്ളവ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ മോക്ക് ടെസ്റ്റിലൊക്കെ ബാക്കിയുള്ളതിന്റെയൊക്കെ ചിലതൊക്കെ നമ്മൾ ഇൻക്ലൂഡഡ് ആക്കി ഇടും. പക്ഷെ മെയിൻ എക്സാമുകൾ വരുമ്പോൾ പ്രധാനപ്പെട്ടമായിട്ടും ചോദിച്ച് കണ്ടിരിക്കുന്നവയാണ് ഈ മിസ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ. ഫസ്റ്റ് വണ്ണും 4th വണ്ണും ആ ഒരു പേജിലൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ചെയ്തോ എല്ലാരും? നെക്സ്റ്റ് പോട്ടെ, നെക്സ്റ്റ് വണ്ണിലേക്ക്. ഓക്കെ, നോക്കിയേ 6th വൺ എന്താ നോക്കിയേ. Percentage of inpatients developing adverse drug reactions. എന്താണ് adverse drug reactions? പ്രതികൂലമായിട്ടുള്ള മരുന്ന് പ്രതികരണം അല്ലെ. ഇൻപേഷ്യൻസിന്റെ കേസാണ് കേട്ടോ പറയുന്നത്. ഔട്ട് പേഷ്യൻസിന്റെ കേസല്ല. അവിടെ കിടന്ന് ചികിത്സയിലിരിക്കുന്ന ഇൻപേഷ്യൻസില് എത്ര ആളുകൾക്ക് ഇങ്ങനെയുള്ള ഡ്രഗ് റിയാക്ഷൻസ്, പ്രതികൂലമായിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായി, അതിന്റെ പെർസെന്റേജ് ആണ് കാണുന്നത്. എന്താണ് adverse drug reaction? Adverse drug reaction is a response to a drug which is toxic and unintended and which happens at doses normally used in man for prophylaxis, diagnosis or therapy of disease or for the modification of physiologic function. എന്താണ് ഒരു അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ അങ്ങനെയുള്ള ഡ്രഗ് റിയാക്ഷൻസ്?
വന്നിട്ടുണ്ടോ? എന്തെങ്കിലും മരുന്ന് കഴിക്കുമ്പോ അതിൻ്റെതായ ഒരു പ്രതികൂലമായിട്ടൊരു എന്തെങ്കിലും അലർജിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ തോന്നിയിട്ടുണ്ടോ ആർക്കെങ്കിലും? ആർക്കില്ല? ഇല്ല അല്ലെ? ഓക്കെ, ഇല്ലാതിരിക്കട്ടെ. ഓക്കെ, സ്കിൻ അലർജി ഒക്കെ തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് അത് നമ്മൾ മനഃപൂർവ്വം ആ മരുന്ന് അതിന് വേണ്ടി കഴിച്ചതാണോ? അല്ല അല്ലെ? നമ്മളൊരു നോർമൽ ഡോസ് സാധാരണ കഴിക്കുന്നത് പോലെ നമ്മൾ കഴിച്ചതാണ് അല്ലെ? അപ്പൊ ഇവിടെ എന്താ നോക്കിയേ, പ്രോഫിലാക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? രോഗ നിർണയം അല്ലെങ്കിൽ രോഗ പ്രതിരോധം. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയഗ്നോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗനിവാരണം. അതുപോലെ പ്രോഫിലാക്സിസ് എന്ന രോഗനിവാരണം, അതുപോലെ രോഗനിർണയം അല്ലെ? ഡയഗ്നോസിസ് രോഗനിർണയം. ഓർ തെറാപ്പി, നമ്മൾ എന്തെങ്കിലും ഒരു രോഗത്തിന് വേണ്ടിയിട്ട് എന്താ തെറാപ്പികൾ ചെയ്യാറുണ്ട് അല്ലെ? അതുപോലെ ഫോർ ദ മോഡിഫിക്കേഷൻ ഓഫ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ്, ശാരീരിക പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രോഗനിവാരണത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രോഗനിർണയത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തെറാപ്പികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നോർമൽ ആയിട്ട് കഴിക്കുന്ന ഒരു ഡോസ് ഓഫ് മരുന്നായിരിക്കും അല്ലെ? ആ ഒരു ഡ്രഗ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ഡോസിൽ കഴിക്കുന്നതാവാം. പക്ഷെ എന്ത് പറ്റും? നമ്മുടെ ബോഡി അത് എന്ത് ചെയ്യുന്നത് അൺഇഞ്ചുറാണ്. എന്താണ്? മനഃപൂർവ്വമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യമല്ല അല്ലെ? അങ്ങനെ ഒരു എണ്ണം ഉണ്ടാവണം എന്ന് വിചാരിച്ചു, ഒരു ഡ്രഗ് റിയാക്ഷൻ ഉണ്ടാവണം എന്ന് വിചാരിച്ച് ബോധപൂർവ്വം കൊടുക്കുന്ന ഒരു കാര്യമല്ല അല്ലെ? എന്താണ് നിവാരണം എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധം. നമ്മൾ ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കില്ലേ, കഴിക്കില്ലേ? പ്രോഫിലാക്സിസ് എന്ന് പറഞ്ഞാൽ രോഗനിവാരണം അല്ലെങ്കിൽ രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കാറില്ലേ? അത് തന്നെ കേട്ടോ. നോക്കിയേ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അൺഇഞ്ചർഡ് ആണ്. എന്താണ്? മനഃപൂർവ്വം, ബോധപൂർവമല്ല, മനഃപൂർവ്വം ചെയ്തൊരു കാര്യമില്ല. നമ്മൾ നോർമൽ ഡോസുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നോർമൽ ആയിട്ട് കഴിക്കുന്ന ഒരു ഡോസ് ആയിരിക്കാം. പക്ഷെ നമ്മുടെ ബോഡിയിൽ അത് ചെല്ലുമ്പോൾ എന്തായി മാറി? നമ്മുടെ ബോഡിയിൽ റിയാക്ഷൻസ് നടന്നത് ടോക്സിക് ആയിട്ട് മാറുകയും അതുവഴി എന്ത് ചെയ്യാം? നമ്മുടെ ബോഡി അതിനെതിരെ റെസ്പോണ്ട് ചെയ്യും അല്ലെ? പ്രതിരോധം അല്ലെങ്കിൽ എന്താണ് തിരിച്ചെന്ത് ചെയ്യും? അത് പ്രതികൂലമായിട്ട് പ്രതികരിക്കും അല്ലെ? മരുന്നിന് വേണ്ടിയിട്ട് പ്രതികൂലമായിട്ട് നമ്മുടെ ബോഡി പ്രതികരിക്കുന്ന ഒരു കണ്ടീഷനെയാണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എത്ര പേര് ഇംപേഷ്യന്റ് ആയിട്ടുള്ളവരിൽ എത്ര പേരിൽ ഇങ്ങനെയുള്ള അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്? എല്ലാവർക്കും ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവോ? ഇല്ല. അത് ഓരോരുത്തരുടെയും ബോഡിയുടെ കണ്ടീഷൻ അനുസരിച്ചാണ് അല്ലെ? കുറച്ചു പേർക്കായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുന്നത്. അത് ഇംപേഷ്യന്റ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ടാവും. അവരിൽ എത്ര പേർക്ക് ഇങ്ങനെയുള്ള അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായി? നോക്കിയേ ഫോർമുല. Number of impatients developing adverse drug reactions. എത്ര ഇംപേഷ്യൻസിനാണ് ഇങ്ങനെയുള്ള അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായിരിക്കുന്നത്? അവരുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇംപേഷ്യൻസ് അല്ലെ? അവിടെയുള്ള മൊത്തം നമ്പർ ഓഫ് ഇംപേഷ്യൻസിന്റെ എണ്ണം ഇൻറ്റു 100 ചെയ്താൽ അവിടുത്തെ പെർസെന്റേജ് കിട്ടും. എന്താണ്? നമ്പർ ഓഫ് ഇംപേഷ്യൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്. എല്ലാ ഇംപേഷ്യൻസിനും ഇങ്ങനെയുള്ള അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടാവണം എന്നില്ല അല്ലെ? കുറച്ചു പേർക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അവരുടെ എണ്ണം ആണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ആ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഉണ്ടായിട്ടുള്ള ഇംപേഷ്യൻസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ അവിടെയുള്ള മൊത്തം നമ്പർ ഓഫ് ഇംപേഷ്യൻസിന്റെ എണ്ണം ഇൻറ്റു 100 ചെയ്താൽ എന്ത് കിട്ടും? പെർസെന്റേജ് ഓഫ് ഇംപേഷ്യൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് കിട്ടും. ക്ലിയർ ആണോ? സിക്സ്ത് വൺ ക്ലിയർ ആണോ? ഓക്കെ, റോസമ്മയ്ക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഏത് പോയിന്റ് ആണ് മിസ്സിന്റെ അടുത്ത് ചോദിച്ചത്? ഏത് പോയിന്റ് 3 ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നേ? ഏതിന്റെ പോയിന്റ് ആണ് പറയുന്നത്? സിക്സ്ത് വണ്ണിന്റെ ആണോ പറയുന്നേ? സിക്സ്ത് വണ്ണിന്റെ ആണോ പറയുന്നത്?
4, 5, 6 ഒന്നും മനസ്സിലായില്ലേ? ഇപ്പൊ മിസ് ഇവിടെ ചോദിച്ചിരുന്നോ ക്ലിയർ ആണോ എന്ന് ചോദിച്ചപ്പോ എന്താണ് ഓക്കെ എന്ന് പറഞ്ഞേ? ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ലേ? ഏതാണ് 4th വൺ ആണോ പറയേണ്ടത്? ഇപ്പോ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞേ. 4th വൺ എന്താന്ന് പറഞ്ഞത്? നമ്മള് മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ്, മരുന്നുകളിലെ വരുന്ന പിശകുകളുടെ എണ്ണമാണ് ഇവിടെ കാണുന്നത് അല്ലെ. മരുന്ന് പിശകുകളുടെ റേറ്റ് അല്ലെങ്കിൽ നിരക്കാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അവിടെ എന്താണ് നമ്മൾ കൊടുക്കുന്ന മരുന്നുകളിൽ ചിലപ്പോൾ അതൊരു ഹെൽത്ത് പ്രൊഫഷണലിന്റെ കൺട്രോളിൽ ഇരിക്കുന്ന മരുന്നാവാം, അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന്റെ കൺട്രോളിൽ ഇരിക്കുന്ന മരുന്നാവാം അല്ലെ. ആ സമയത്ത് എന്ത് പറ്റാം? അവിടെ ഹോസ്പിറ്റലില് ചിലപ്പോ അവരുടെ അശ്രദ്ധ മൂലം ചിലപ്പോ കൂടുതലായിട്ട് ആവശ്യമില്ലാത്ത അളവില് അവിടെ എന്ത് ചെയ്യാം? മരുന്നുകൾ ഉപയോഗിക്കാം. അപ്പൊ അതുവഴി പേഷ്യൻസിന് ഹാർംഫുൾ ആയിട്ടുള്ള ദോഷകരമായ സൈഡ് എഫക്ട്സുകളും ഉണ്ടാവാം. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന കേസുകളുടെ എത്ര പെർസെന്റേജ് അല്ലെങ്കിൽ റേറ്റ് എത്രത്തോളം ഉണ്ട് അതാണ് ഇവിടെ നോക്കിയത്. എന്താ? എത്ര മെഡിക്കേഷൻ എറേഴ്സ് ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഡിവൈഡഡ് ബൈ അവിടെ വന്നിരിക്കുന്ന മെഡിക്കേഷൻ എറേഴ്സ് വരാൻ സാധ്യതയുള്ള അവസരങ്ങളുടെ എണ്ണം ഇൻറ്റു 100 ചെയ്യുക. അതാണ് 4th വൺ. Then 5th one എന്താ പറഞ്ഞേ? percentage of medication charged with error prone abbreviations. എന്താ അവിടെ വന്നിരിക്കുന്ന error prone abbreviation ചുരുക്കി എഴുതുമ്പോ അബ്രിവിയേഷൻസ് ആയിട്ട് എഴുതുന്ന സമയത്ത് മെഡിക്കേഷൻ ചാർട്ടുകളിൽ വന്നിരിക്കുന്ന പിശകുകളാവാം അല്ലെ. അത് ഡോക്ടറുടെ ഭാഗത്തു നിന്നായിരിക്കാം കൂടുതലും വരുന്നത്. ഡോക്ടേഴ്സ് ആണ് മെഡിക്കേഷൻ ചാർട്ടുകൾ മരുന്നുകൾ അബ്രിവിയേറ്റഡ് ഫോമിൽ കുറിച്ചു കൊടുക്കുന്നത്. ആ സമയത്ത് വരുന്ന പിശകുകൾ ഉണ്ടാവാം. അങ്ങനെ എത്ര ചാർട്ടുകളിൽ ഇങ്ങനെയുള്ള പിശകുകൾ വന്നിട്ടുണ്ട് അതിന്റെ റേറ്റ് ആണ് നമ്മൾ 5th വണ്ണിൽ പറഞ്ഞത്. എത്ര ചാർട്ടുകളിൽ ഇങ്ങനെയുള്ള എന്താ എറർ പ്രോൺ അബ്രിവിയേഷൻസ് വന്നിട്ടുണ്ട് ആ മെഡിക്കേഷൻ ചാർട്ടുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് റിവ്യൂഡ് അവലോകനം ചെയ്ത മൊത്തം മെഡിക്കേഷൻ ചാർട്ടുകളുടെ എണ്ണം ഇൻറ്റു 100. Then 6th എന്താ പറഞ്ഞത്? അവിടെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് വന്നിരിക്കുന്ന ഇൻപേഷ്യൻസിന്റെ പെർസെന്റേജ്. അതിൽ എത്ര പേർക്ക് ഇങ്ങനെയുള്ള എത്ര ഇൻപേഷ്യൻസിനാണ് ഇങ്ങനെയുള്ള അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് വന്നിരിക്കുന്നത് അവരാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് വന്നിരിക്കുന്ന ആളുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എല്ലാ ഇൻപേഷ്യൻസിനും വരില്ലല്ലോ, അവിടെയുള്ള എല്ലാ ഇൻപേഷ്യൻസിനെയും മൊത്തം എണ്ണം അതിൽ എത്ര പേർക്ക് ഇങ്ങനെയുള്ള ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായി ഇൻറ്റു 100 ചെയ്താൽ അവിടുത്തെ റേറ്റ് കിട്ടും. ഓക്കെ, നമ്മള് 7th ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. 7th ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. 7th the percentage of unplanned return to OT എന്തായിരിക്കും? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അൺപ്ലാൻഡ് പ്ലാൻ ചെയ്യാതെ അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യാതെയുള്ള തിരിച്ചുവരവ് അതിന്റെ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുകൊണ്ടായിരിക്കും ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാതെ അവർ തിരിച്ചു വരുന്നത്? എന്തൊക്കെ റീസൺസ് കൊണ്ടാവാം? ഒരു റീസണും ഇല്ലേ? ഓപ്പറേഷനിൽ വന്ന തെറ്റുകൾ കൊണ്ടാവാം. ഓക്കെ, പിന്നെ എന്താണ്? ബ്ലീഡിങ് വരുന്നത് കേട്ടിട്ടില്ലേ? ബ്ലീഡിംഗ് ഒക്കെ വന്ന് സർജറി കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പോയിട്ട് സർജറി കഴിഞ്ഞ ആളുകൾക്ക് ബ്ലീഡിങ് വന്ന് അവർ തിരിച്ചു വരുന്നത് കണ്ടിട്ടുണ്ടാവാറില്ലേ? അപ്പൊ ഇവിടെ എപ്പോഴും ഇവിടെ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ആ സെയിം അഡ്മിഷന്റെ കേസ് തന്നെയാണ്. അതായത് ഒരു ഇൻഫെക്ഷൻസ് വന്ന് തിരിച്ചു വരാം അല്ലെ, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകേണ്ടി വരാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ സെയിം അഡ്മിഷൻ, അതായത് ഒരു പേഷ്യന്റ് വന്നു, അഡ്മിഷൻ എടുത്തു, അവര് സർജറിക്ക് ഓപ്പറേഷന് വിധേയമായി, അത് കഴിഞ്ഞ് അവര് ഹോസ്പിറ്റൽ വിട്ട് പോയിട്ടില്ല. അതിനു മുൻപ് എത്ര പേര് ഇങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തിരിച്ച് പ്ലാൻ ചെയ്യാതെ അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യാതെ തിരിച്ചു വരേണ്ടി വന്നിട്ടുണ്ട്? അവരുടെ പെർസെന്റേജ് ആണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. അതിൽ നമുക്കറിയാം ഓപ്പറേഷൻ ശേഷമുള്ള ബ്ലീഡിങ് വരാം, ഇൻഫെക്ഷൻസ് വരാം അല്ലെ. അതുപോലെ ഇപ്പൊ തുന്നലുകളില്, അതാണ് സൂച്ചറിങ്, സെക്കൻഡറി സൂച്ചറിങ് എന്ന് പറയുന്നത് തുന്നലുകള് അല്ലെ. സ്റ്റിച്ച് ഇടാറില്ലേ ഓപ്പറേഷൻ കഴിയുമ്പോ? ആ സ്റ്റിച്ചുകൾ ചിലപ്പോ അവർ മര്യാദയ്ക്ക് നല്ല രീതിയിൽ പറഞ്ഞ പ്രൊസീജിയേഴ്സിലല്ല ചെയ്യുന്നെങ്കിൽ ചിലപ്പോ ചിലരുടെ സ്റ്റിച്ച് വിട്ടു പോവാം. അല്ലെങ്കിൽ എന്താ ആ മുറിവുണ്ടായ സ്ഥലത്ത് അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത സ്ഥലങ്ങളില് പഴുപ്പുകൾ വരാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരുന്നത് വഴിയൊക്കെ നമ്മൾ തിരിച്ചെന്ത്
എന്ത് ചെയ്യേണ്ടി വരും? അവരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തന്നെ കൊണ്ടുവന്ന് സെക്കൻഡറി പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ആളുകളുടെ എണ്ണമാണ് നമ്മൾ 7th നോക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. ഇത്രയും ക്ലിയർ ആണല്ലോ? 6th വരെ ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു.